ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ആൾട്ടോ കൊടുത്തതിന് ശേഷം മറ്റൊരു വാഹനം എടുത്തിട്ടുണ്ട്. ആ വാഹനം പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. വണ്ടി ഏതാണെന്ന് ക്ലൂ ഒക്കെ തന്നുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം. 2-3 പേര് അതിന് കറക്റ്റായിട്ടുള്ള ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഹുണ്ടായുടെ സാൻഡ്രോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഏകദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പൈസയിൽ ചെറിയൊരു ബഡ്ജറ്റ് കാർ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾട്ടോ, അത് കഴിഞ്ഞ് സാൻഡ്രോ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ്രോയും നല്ലൊരു ചോയ്സാണ്. സാൻഡ്രോ നമുക്ക് ഫാമിലിയായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ലൊരു വാഹനമാണ്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഈ വാഹനത്തിനുണ്ട്. പിന്നെ മാർക്കറ്റിൽ പൊതുവേ ഈ ഒരു വാഹനത്തെ പറ്റി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ട് ഇതുവരെ ആൾട്ടോ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂവും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം എടുത്തിട്ട് ഞാൻ ഇത്രയും നാൾ ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് അകത്ത് ഞാൻ ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലോങ് ഓട്ടങ്ങളും ഓടിയിട്ടുണ്ട് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാരുതിയുടെ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, AC ഇടുന്ന സമയത്ത് നമുക്കൊരു ലാഗ് നമുക്ക് ആ ഒരു വാഹനത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ സാൻഡ്രോയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ AC ഇടുന്ന സമയത്ത് പോലും നമുക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്ത് യൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നൊരു നല്ലൊരു വാഹനമാണ്. നല്ലൊരു ഹാച്ച് ബാക്ക് വാഹനമാണ് നമ്മുടെ സാൻഡ്രോ. പിന്നെ എൻജിൻ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1086 cc ഇൻലൈൻ വാട്ടർ കൂളർ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ ഏതൊരു വാഹനമാണെങ്കിലും നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ലൈഫ് നമുക്ക് പറയാൻ സാധിക്കുക. ചിലരൊക്കെ പറയും ആ വാഹനം കൊള്ളത്തില്ല, ഈ വാഹനം കൊള്ളത്തില്ല. ഒരിക്കലുമല്ല. നമ്മൾ ഏതൊരു വാഹനം നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നോ അതിനനുസരിച്ച് അത് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാനുള്ള ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മൈലേജാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 15-16, അല്ലെന്നുണ്ടെങ്കിൽ 13-14. നല്ല കണ്ടീഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 15-16 നമുക്ക് ഹൈവേയിലൊക്കെ നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതല്ല, നമ്മൾ സിറ്റിയിലൊക്കെ അത്യാവശ്യം ജസ്റ്റ് ലോക്കലോട്ടങ്ങളൊക്കെ ഓടുന്ന സമയത്ത് നമുക്കൊരു 13, 12, 14 ആ ഒരു റേഞ്ചിലായിരിക്കും മൈലേജ് നമുക്ക് ഈ ഒരു സാൻഡ്രോയിൽ നിന്ന് ലഭിക്കുക. ആ ഒരു വിഷയം മാറ്റി വെച്ചാൽ എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ്. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈന് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോൾ ബോയ് ടൈപ്പാണ് നമ്മുടെ ഹുണ്ടായി സാൻഡ്രോയെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഒരു ടോൾ ബോയ് ടൈപ്പിലാണ് വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നല്ല സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ആ സീറ്റിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങൾ, വാഹനത്തിൻ്റെ അകത്തെ വിശേഷങ്ങൾ എന്തുവാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് നമുക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കാല് വെച്ചിട്ട് ഇരിക്കാനുള്ളൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ, നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡ് റൂമിൻ്റെ സ്പേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഹെഡ് റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഹുണ്ടായി സാൻഡ്രോ നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സുഖമായിട്ട് കാലൊക്കെ നിവർത്തി വെച്ചിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ വാഹനത്തിനുള്ളത്. പിന്നെ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. അതേപോലെ നമ്മുടെ AC ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു AC സെറ്റപ്പാണ് വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് ഏരിയ തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇൻറ്റീരിയറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്പേസി ആയിട്ടുള്ളൊരു ചെറിയൊരു വാഹനമാണ്. ചെറിയ വാഹനമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു സാധാരണക്കാരൻ്റെ ഇന്നോവ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സാൻഡ്രോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയൊന്നും ഹുണ്ടായി അങ്ങനെ കുറച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ അന്നത്തെ കാലത്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നല്ല പ്രിയപ്പെട്ടൊരു വാഹനമാണ്, ഫാമിലി കാറാണ്. പിന്നെ ഒരു 5 ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡർ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഇടാനുള്ള ഒരു ചെറിയ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. വണ്ടിയുടെ വീൽ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13 ഇഞ്ചാണ് വന്നിട്ടുള്ളത് വീൽ സൈസ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടിയിൽ.
ഇനി ഡിക്കി സ്പേസ് നോക്കുവാണെങ്കിൽ പോലും ഒരു അത്യാവശ്യം 2 പെട്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാനുള്ള ഡിക്കി സ്പേസും കാര്യങ്ങളും ഒക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതും ഓക്കെയാണ്, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരിക്കലും മടുപ്പ് തോന്നത്തില്ല. കാരണം അതേപോലത്തെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ്രോ എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും. മൈലേജ് എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ച് നിർത്തി, അത് നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാറാണ്, ബെസ്റ്റ് ഹാച്ച് ബാക്ക് വാഹനമാണ് നമ്മുടെ ഹുണ്ടായി സാൻഡ്രോ എന്ന് പറയുന്നത്. പിന്നെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് വണ്ടി നോക്കിയെടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു മെക്കാനിക്കിനെ വണ്ടി കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു മെക്കാനിക്കിനെ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ച് ആ വണ്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഗൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ പുറത്ത് മഴയായതുകൊണ്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്. അപ്പം ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.